സുധീഷിന് MT എഴുത്തുകാരനല്ല, ദൈവമാണ്. 40 വർഷക്കാലത്തെ ബന്ധമാണ്. ഞാൻ കുട്ടിക്കാലം മുതലേ ഏറ്റവും ആരാധനയോടെ ദൂരെ നിന്ന് നോക്കിക്കണ്ട എഴുത്തുകാരനാണ്. പക്ഷേ അന്നൊന്നും അദ്ദേഹത്തോട് സംസാരിക്കുവാനോ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു കഥയുമായി ചെല്ലാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ അയൽപക്കത്ത് താമസിച്ച പുനത്തിൽ കുഞ്ഞത്തുള്ളിയാണ് ഒരിക്കൽ എനിക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരുന്നത്. ഒരു പെരുന്നാൾ ദിവസം അന്ന് തുടങ്ങിയ ബന്ധമാണ്. പിന്നീട് ഞങ്ങൾ വളരെയേറെ അടുത്തു. ഈ വീട്ടിൽ എത്രയോ തവണ വന്നു. ഈ തിരൂർ തുഞ്ചൻപറമ്പിൽ എന്നും ഉണ്ടാവും. ആ കാലത്ത് അദ്ദേഹം ചെറുകഥയുടെ പൂർണ്ണത എന്താണെന്ന് മലയാളികളെ ബോധ്യപ്പെടുത്തിയ എഴുത്തുകാരനാണ്. ഞങ്ങളൊക്കെ കഥയെഴുത്തിൻ്റെ ക്രാഫ്റ്റ് പഠിക്കുന്നത് ഈ MTയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ രൂപങ്ങളിൽ ഏറ്റവും മികച്ചത് ചെറുകഥ തന്നെയാണ്. നോവലിനേക്കാൾ മികച്ചത് ചെറുകഥ തന്നെയാണ്. നോവലൊക്കെ ചിലയിടത്തിലൊക്കെ ദുർബലതകളൊക്കെ ഉണ്ടാകും, പക്ഷേ കഥയിൽ അങ്ങനെ ഒരു സംഗതിയില്ല. എല്ലാ കഥകളും പെർഫെക്റ്റാണ്. അപ്പോൾ ഈ കഥയുടെ പെർഫെക്ഷൻ, അതും ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെറുകഥ എഴുതുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസിൻ്റെ പെർഫെക്ഷൻ നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നു. അങ്ങനെ എഴുതണം എന്ന് അദ്ദേഹം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് MT എഴുതിയിട്ടില്ല. പക്ഷേ 30 വർഷമായിട്ട് 32ആണ്, 98ലാണ് കാഴ്ച വരുന്നത്. അതിന് ശേഷം ഇല്ല. പക്ഷേ ഇപ്പോഴും കാഴ്ച എന്ന കഥ ഇപ്പോഴും സമകാലികമാണ്. അത് പിന്നീട് പുള്ളിയുടെ മനസ്സിൽ കഥകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ ഉള്ളിലുള്ള എഡിറ്റർ സമ്മതിച്ചില്ല എഴുതാൻ. അതുകൊണ്ടെന്താണ് അദ്ദേഹം പിന്നെ എഴുതിയില്ല. ഒരുപാട് കഥകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശിലാലിതകളൊക്കെ അതിൻ്റെ മുമ്പിലാണ്. കാഴ്ചയാണ് അവസാനം. കാഴ്ച പിന്നെ കൽപ്പാന്തോ അതിനാണ് അവസാനത്തെ കഥകൾ. പിന്നെ എഴുതിയിട്ടില്ല. 2 നോവൽ മനസ്സിലുണ്ടായിരുന്നു. രക്തം പുരണ്ട മൺതരികൾ തൊട്ട് കാഴ്ച വരെയുള്ള കഥകളിലൂടെ കടന്നു പോകുമ്പോൾ അധ്യാപകനായ സുധീഷിന് എന്ത് തോന്നുന്നു? അതായത് അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് നല്ല റിഥമെറ്റിക് ആയിട്ടുള്ള ശൈലിയാണ്. ഒരു താളം ഉണ്ടാകും. പതുക്കെയാണ് പടി കടന്നത് എന്ന് പറയുമ്പം ഒരു സംഗീതം, ഒരു താളം, ഒരു രാഗം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സവിശേഷത. അത് തുടക്കം മുതലേ ഉണ്ട്. അതാണ് മലയാളിയെ വശീകരിച്ചത്, ആ ഭാഷയുടെ സംഗീതം. പിന്നെ ഇതിനകത്തുള്ള കഥാപാത്രങ്ങളൊക്കെ വളരെ പരിചിതരായിട്ടുള്ള മലയാളികളാണ്. അന്നത്തെ ഒരു മലയാളിയുടെ പ്രതിരൂപമാണ് ഇദ്ദേഹത്തിൻ്റെ ഏത് കഥാപാത്രം. അന്നത്തെ മലയാളി, ഇന്നത്തെ മലയാളിയല്ല. അന്നത്തെ മലയാളിയുടെ ഉള്ളിലുള്ള പക, പ്രണയം, അമർഷം, ആത്മനിന്ദ, കെറിവ്, ഇതൊക്കെ, അതുപോലെ കുറ്റബോധം, ആരാധിക്കുമ്പോഴും എന്താ പറയുക വെറുക്കുന്ന, അല്ലെങ്കിൽ വെറുക്കുമ്പോഴും ആരാധിക്കുന്ന, ശത്രു എന്നുള്ള കഥ അവസാനിക്കുമ്പോൾ അങ്ങനെയാണ്. ജയിച്ചത് നീയാണെന്നാണ് പറയുന്നത്. അതുവരെയുള്ള പകയോട് കൂടിയിട്ടാണ് പോകുന്നത്. കറുത്ത ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അതുണ്ട്. അതാണ് പിന്നെ ഏകാകിനി എന്നുള്ള സിനിമയായിട്ട് മാറിയത്. അങ്ങനെ വ്യത്യസ്തമായ പ്രമേയങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം കഥ എഴുതുള്ളൂ. ആവർത്തിച്ചിട്ടില്ല. ഇപ്പം 4 കെട്ടെന്ന് വരുന്ന കഥാപാത്രങ്ങളുടെ ആവർത്തനം ഉണ്ടായെങ്കിലും പക്ഷേ കഥകളൊന്നും ആവർത്തിക്കുന്നില്ല. വി ആർ സുധീഷ് ഓർക്കുന്നത് തൻ്റെ ഗുരുനാഥനെയാണ്. ട്രൈപോഡ് വെക്കേ. ഹലോ